സബ്ജക്റ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇവിടെ എടുക്കുന്നത്. 3 ഭാഗം ഇതുവരെ എടുത്തു കഴിഞ്ഞു. നാലാമത്തേതാണിത്. ഇതുവരെ കാണാത്തവര് ആ 3 ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മള് ഗ്രാഫിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഗ്രാഫ് എങ്ങനെയാണ് മനസ്സിലാക്കുക, ഒരു ഗ്രാഫ് കണ്ടാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പം എന്തിനാണ് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്, നമുക്കത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗ്രാഫിൽ പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യൂസസ് ഓഫ് ഗ്രാഫ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഒരു ഗ്രാഫിന്റെ യൂസ്, എന്തൊക്കെയാണ്? അപ്പം ഒന്നാമത്തത് എന്താണ്? ഡെപ്പിക്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ്. ഡെപ്പിക്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ്. നമുക്കറിയാം, ടു ക്വാണ്ടിറ്റീസ് വേണം ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ. there must be two quantities അല്ലെ. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുത്തു നമ്മള്? ഇവിടെ ഓവർ കൊടുത്തു, ഇവിടെ റൺസ് കൊടുത്തു. അപ്പം ടു ക്വാണ്ടിറ്റീസ് ഉണ്ട്. മറ്റേ ഗ്രാഫിൽ എന്തായിരുന്നു? ഇവിടെ നമ്മൾ ഇയർ കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? പോപ്പുലേഷൻ കൊടുത്തു. അപ്പോഴും എന്ത് വന്നു? ടു ക്വാണ്ടിറ്റീസ് വന്നു. അപ്പൊ there must be two quantities. ടു ക്വാണ്ടിറ്റീസ് വേണം. അപ്പൊ ഈ ടു ക്വാണ്ടിറ്റീസിന്റെ റിലേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ട് ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഗ്രാഫിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒന്നാമത്തെ യൂസ് എന്താണ്? രണ്ട് ചരങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ക്വാണ്ടിറ്റീസ്, രണ്ട് എന്താണ്? റിലേറ്റഡ് തിങ്സ്. ആ രണ്ട് റിലേറ്റഡ് തിങ്സിന്റെ റിലേഷൻ, അവ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ രണ്ടാമത്തെ എന്താണ്? ബേസ്ഡ് ഓൺ ദ റിലേഷൻ ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് വി ക്യാൻ ഫോർമുലേറ്റ് ഇക്വേഷൻസ്. അപ്പൊ ഈ ഗ്രാഫ് വെച്ചിട്ട് ഇവ തമ്മിലുള്ള റിലേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പം ഈ റിലേഷൻ, രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ഇക്വേഷൻസ്, അവ തമ്മിലുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി തേർഡ് വൺ എന്താണ്? ഗെയിനിങ് ഇൻഫോർമേഷൻ ഈസ് മോർ സിമ്പിൾ. നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തത് പെട്ടെന്ന് നമുക്ക് വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫ് കൂടെ മനസ്സിലാക്കാൻ പറ്റും. കാൽക്കുലേറ്റ് ചെയ്ത് കാണുന്നതിനേക്കാളും പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ, ഇൻഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 3 യൂസസ് ആണുള്ളത്. ഒന്നെന്താണ്? ഡെപ്പിക്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ്. then based on the relation between two quantities we can formulate equations. gaining information is more simple. more simple എന്ന് പറഞ്ഞാൽ എന്തിനേക്കാൾ സിമ്പിൾ ആണ്? നമ്മൾ ഫിഗേഴ്സ് വെച്ചിട്ട്, നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി അത് റീഡ് ചെയ്ത് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നമുക്ക് ഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ ഗാദർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഗ്രാഫ് എന്താണെന്ന് മനസ്സിലാക്കി, ഗ്രാഫിന്റെ യൂസസ് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമുക്ക് ഗ്രാഫ് ആവശ്യമുണ്ട് അല്ലെ. അതിന്റെ ആവശ്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ്? ഈ ഗ്രാഫിൽ നമ്മൾ എന്താ കാണിക്കുന്നത്? പൊസിഷൻ ടൈം ആണ്. പൊസിഷനും ടൈമുമാണ്. ടു ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലെ. ഈ ടു ക്വാണ്ടിറ്റീസിനെ ഡെപ്പിക്ട് ചെയ്യാൻ പോവാണ്. ടൈം, എത്ര ടൈമില് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, എനി ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റ് ആയാലും, അതായത് ഓരോ സെക്കൻഡിലും ഈ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന മൂവ്മെന്റ്, അത് നമ്മളൊരു ഗ്രാഫിലൂടെ വരച്ച് കാണിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമുക്ക് അറിയണം ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ എപ്പോഴും എന്താ കൊടുക്കുക? ഡിപ്പെൻഡന്റ് വേരിയബിൾ അല്ല, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എക്സ് ആക്സിസിൽ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കണം. ഓർത്ത് വെക്കുക, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇതിനെ യാതൊരു വിധത്തിലും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ടൈം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഉള്ളത്? ടൈം എന്ത് ചെയ്യാണ്? ടൈം ഓൾറെഡി ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ, ഇൻഡിപെൻഡന്റ് ആണ് ഇവിടെ. അപ്പൊ ടൈമിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് കാണാം. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിൽ കൊടുക്കാം. ദെൻ വൈ ആക്സിസിൽ എന്താ കൊടുക്കേണ്ടത്? വൈ ആക്സിസിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ?
ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പൊസിഷൻ. 1 സെക്കൻഡിൽ 0 സെക്കൻഡിൽ 0 ആയിരുന്നു, 0 സെക്കൻഡ് ആയപ്പോൾ 0. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് പൊസിഷൻ എന്തായത്? 1 മീറ്റർ ആയത്. ഇനി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 മീറ്റർ ആയി. അപ്പൊ സെക്കൻഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സെക്കൻഡ് ഇതെന്താണ്? ഇതുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല. അപ്പൊ നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. എക്സ് ആക്സിലും വൈ ആക്സിലും വേരിയബിള് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. നമുക്ക് ചിലപ്പോൾ ഈ ടേബിൾ മാത്രമേ തരുള്ളൂ. ടേബിൾ തന്നിട്ട് നമ്മളോട് വരയ്ക്കാൻ പറയാം. അപ്പൊ ടൈമും പൊസിഷൻ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടൈം എവിടെ കൊടുക്കുക? എക്സിലും. പൊസിഷൻ എവിടെ കൊടുക്കുക? വൈയിലും കൊടുക്കുക. ഇവിടെ നോക്ക്, എക്സ് ആക്സിസ് ടൈം. പിന്നെ ഇതെന്താ എസ് കാണിച്ചത്? എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമിന്റെ യൂണിറ്റ് ആണ്. ടൈമിന്റെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ്. അതിനാണ് നമ്മൾ എസ് എന്ന് പറഞ്ഞത്. ഇനി വൈ ആക്സിസ് പൊസിഷൻ എം എന്ന് കൊടുത്തിട്ടുണ്ട്. എം എന്താണ്? മീറ്റർ ആണ്. പൊസിഷൻ കാണിക്കുക ഏത് യൂണിറ്റിലാണ്? മീറ്ററിലാണ്. അപ്പൊ അവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് 0 സെക്കൻഡിൽ പൊസിഷൻ ഏതാണ്? 0. 1 സെക്കൻഡിൽ 1, 2 സെക്കൻഡിൽ 2 മീറ്റർ, 3 സെക്കൻഡിൽ 3 മീറ്റർ ആണ് ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എപ്പോഴും എഴുതുന്ന സമയത്ത് ഈ ഗ്രാഫിന്റെ പേര് നമ്മൾ എഴുതി. എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാണ് നമ്മൾ എഴുതിയത് അല്ലെ? ഈ ഗ്രാഫിന്റെ പേര് എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് വൈ ആക്സിസിൽ വരുന്നത് എപ്പോഴും ഫസ്റ്റ് എഴുതാം. എക്സിലെ അല്ല, വൈ ആക്സിസിൽ വരുന്നത് എന്താണോ ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ പേര് ആദ്യം എഴുതാം. എന്നിട്ടാണ് ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷം എന്ത് എഴുതാൻ പാടുള്ളൂ? എക്സ് ആക്സിസിലെ വാല്യൂസ്. അതായത് വൈ ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റി ആണോ വരുന്നത് അത് നമുക്കറിയാം. അപ്പൊ തിരഞ്ഞെടുക്കാൻ എങ്ങനെയാണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കണം വൈ ആക്സിസിൽ വരിക. ആ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. പിന്നീടാണ് എന്ത് എഴുതുക? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള എക്സ് ആക്സിസിലുള്ളതിന്റെ പേര് എഴുതുക. അപ്പൊ നമ്മൾ ഈ പേര് എഴുതി. എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി നമുക്കിത് വരയ്ക്കണം. പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കുക നമുക്ക് നോക്കാം. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു ടേബിൾ വേണം അല്ലെ? ഈ ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നമ്മൾ വരയ്ക്കുക. അപ്പൊ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് വേണമെന്ന് പറഞ്ഞു അല്ലെ? 2 ക്വാണ്ടിറ്റീസ്, ഒന്ന് ടൈം ആണ്, ഒന്ന് പൊസിഷൻ ആണ്. അപ്പൊ നമുക്കിത് വരയ്ക്കണം. അപ്പൊ ഞാനിത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് വരച്ച് നോക്കുക, എന്നിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഗ്രാഫ് ഔട്ട്ലൈൻ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ചെയ്ത് വെക്കണം അല്ലെ? എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്. ഇത് ആദ്യം എന്ത് ചെയ്യാൻ? നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കറിയണം ഏതാണ് എക്സിൽ കൊടുക്കുക, ഏതാണ് വൈയിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ടൈമും പൊസിഷൻ ആണെങ്കിൽ ടൈം എപ്പോഴും എന്തിലാ കൊടുക്കുക? ടൈം എക്സ് ആക്സിസിൽ കൊടുക്കുക, പൊസിഷൻ വൈ ആക്സിസിലും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീടാണ് നമുക്കിത് സ്കെയിൽ ഇതിൽ നോട്ട് ചെയ്യണം. അപ്പൊ സ്കെയിൽ നോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ സ്കെയിൽ നോക്കുക, 0 മുതൽ 6 വരെയാണുള്ളത്. അപ്പൊ നമുക്ക് സുഖമായിട്ട് 0 to 6 വരെ ഇവിടെ എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ 1 2 3 എഴുതി കഴിഞ്ഞാൽ 1 2 3 4 5 6 ഇത്രയേ ഉള്ളൂ. ഇനി 0 to 100 വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് 1 2 3 4 5 6 100 വരെ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്കെയിൽ എന്ത് ചെയ്യണം? ഒന്ന് ചെറുതാക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 6 വരെ 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ എടുക്കുക. 1 2 3 4 5 6 7. നമുക്ക് സുഖമായിട്ട് എന്ത് കിട്ടി? 7 8 വരെ നമുക്ക് ഇതിൽ വരയ്ക്കാൻ പറ്റി. അപ്പൊ അത്രേ ഉള്ളൂ, 6 വരെ ഉള്ളൂ. ഇനി അടുത്ത വൈയിൽ നമുക്ക് സ്കെയില് മാർക്ക് ചെയ്യണം. വൈയിൽ 12 വരെ ഉണ്ട്. 12 വരെ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പം നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 and 12. 12 നമുക്ക് സുഖമായിട്ട് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റി അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം നോക്കുക, 0 സെക്കൻഡ് ആയ സമയത്ത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെ തന്നെയാണ്? 0യിൽ തന്നെയാണ്. അപ്പൊ 0 സെക്കൻഡ് നോക്കണം, 0 മീറ്റർ നോക്കണം. സെക്കൻഡ് ഇതിലാ നോക്കുക, നമ്മൾ എക്സിന്റെ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ലൈന്.
ഈ ലൈനിൽ 0 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? ഇനി വൈയിലും എന്താണ് നോക്കേണ്ടത്? വൈ ആക്സിസിൽ, വെർട്ടിക്കൽ ആയിട്ടുള്ള വൈ ആക്സിസിലും 0 എവിടെ വരുന്നത്? ഈ പോയിന്റിൽ. അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇനി രണ്ടാമത്തത് ടൈം 1 ആണ്. ടൈം 1 എന്ന് പറഞ്ഞാൽ എവിടെയാ? എക്സിലാണ് ടൈം 1 നോക്കേണ്ടത്. എക്സില് ടൈം 1 നോക്കുക. എക്സ് ആക്സിസിൽ ടൈം 1. വൈ ആക്സിസ്, പൊസിഷന്റെ വൈ ആക്സിസിൽ എത്രയാണ്? 2 ആണ്. അപ്പൊ 1ന്റെ നേരെ ഏതാണ്? 2. കണ്ടോ? ഇങ്ങനെ 1ന്റെ നേരെ 2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ? ഒരു മാർക്ക് ചെയ്യാം. ഓക്കെ, 1ന്റെയും 2, അതായത് എക്സ് ആക്സിസിലെ 1ഉം ഈ 2ഉം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്യാം. ദെൻ 2 നോക്കുക. 2ൽ ഏതാ വരുന്നത്? 2ൽ 4. എക്സ് ആക്സിസിൽ 2 ആണ്, വൈ ആക്സിസിൽ 4 ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുക. 2ന്റെ നേരെ ആയിരിക്കണം, 4ന്റെ നേരെ ആയിരിക്കണം. ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. ദെൻ അടുത്തത് 3 ആണ്. 3ന്റെ നേരെ എത്രയാണ്? 6. അപ്പൊ 3യുടെ നേരെ നോക്കുക. 3യുടെ നേരെ വരുന്നത് ഏതാണ്? 6. അപ്പം ഇവിടെ എന്ത് ചെയ്യാം? ഒരു മാർക്ക് ചെയ്യാം. പിന്നെ 4, എക്സ് ആക്സിസിൽ 4 നോക്കുക. 4ന്റെ നേരെ 8 അല്ലേ? 8ന്റെ നേരെ നോക്കുക. ദെൻ 5 നോക്കുക. 5ന്റെ നേരെ ഏതാ? 10 ആണ്. അപ്പൊ 10, 5ന്റെ നേരെ വരുന്നത് 10. ദെൻ 6ന്റെ നേരെ ഏതാ വരുന്നത്? 12. ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാ? നോക്കുക. അതായത് 1ന്റെ നേരെ വരുന്നത്, 2ന്റെ നേരെ വരുന്നത്, ഇങ്ങനെ നോക്കുക കേട്ടോ. അതുപോലെ വെച്ചിട്ട് നോക്കുക. ഞാനിപ്പം ബോർഡിലായത് കൊണ്ടാണ്, അതിന് പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം എവിടെ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്? 0 എന്നല്ലേ? അപ്പൊ 0 എന്ന് തുടങ്ങിയിട്ട് റഫായിട്ട് എന്ത് ചെയ്തോളാം? അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് കുറച്ച് വളവുണ്ട് അല്ലേ? ഇതായിട്ടാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഗ്രാഫിൽ നിങ്ങൾ വരച്ചാൽ ഇതെന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഈ ഗ്രാഫിന്റെ പേരാണ് എന്ത്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഈ ഗ്രാഫാണ് എന്ത്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഈ ഗ്രാഫ് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 6 സെക്കൻഡിൽ ഒബ്ജക്റ്റ് എവിടെയായിരുന്നു, 6 സെക്കൻഡിൽ ഒബ്ജക്റ്റ് എവിടെയായിരുന്നു എന്ന് കാണാൻ എന്താ ചെയ്യാ? 6ന്റെ നേരെ വരച്ച് നോക്കുക. സ്കെയിൽ വെച്ചിട്ട് 6ന്റെ നേരെ വരച്ച് നോക്കുക. 6ന്റെ നേരെ വരച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ 6ന്റെ നേരെ വരച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. 6ൽ എത്രയാണ്? 12. ഇങ്ങോട്ടും വരച്ച് നോക്കുക. 6ൽ നേരെ വരച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 12. അതവിടെ സ്കെയിൽ വെച്ചത് ശരിക്കും ഗ്രാഫിലാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ശരിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇനി 4ൻ്റെതാണ് കാണുന്നതെങ്കിൽ 4ന്റെ നേരെ വരച്ച് വെക്കുക. ഈ ഗ്രാഫിലേക്ക് വരച്ച് വെക്കുക. 4ന്റെ നേരെ വരച്ച് വെക്കുക. എന്നിട്ട് 4ന്റെ നേരെ നിന്ന് വൈ ആക്സിസിലേക്ക് വരച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും? 4 സെക്കൻഡിലുള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. അതായത് 4 സെക്കൻഡിൽ ഒബ്ജക്റ്റ് എവിടെയാണുള്ളത്? എത്ര മീറ്ററിലാണുള്ളത്? 6 മീറ്ററിലാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ടെക്സ്റ്റിലെ പേജ് നമ്പർ 32 തന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ദ പൊസിഷൻ ടൈം ഗ്രാഫ് റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് എ കാർ ഈസ് ഗിവൺ. ഫൈൻഡ് ഔട്ട് ഫ്രം ദി ഗ്രാഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ 8 സെക്കൻഡ്. എന്താണ് ചോദ്യം നോക്കാം. ഒരു കാറിന്റെ മൂവ്മെന്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാ തന്നത്. ഒരു കാറ് സഞ്ചരിച്ചതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ 8 സെക്കൻഡ്. 8 സെക്കൻഡ് കൊണ്ട് ഈ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 8 സെക്കൻഡ് കൊണ്ട് കാർ എത്ര ദൂരം സഞ്ചരിച്ചു. ഇതിന് നമുക്ക് കാൽക്കുലേഷന്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കുക. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ 8 സെക്കൻഡ് കണ്ടോ? 8 സെക്കൻഡ് എവിടെയാ ഗ്രാഫിൽ ഉണ്ടാവുക? സെക്കൻഡ് ടൈമിന്റെ കൂടെ അല്ലെ? അപ്പൊ 8 നോക്കുക. 8 സെക്കൻഡിന്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ഈ രീതിയിൽ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ഗ്രാഫിൽ വരുത്തുന്ന കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇതെന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി എവിടെയാണോ നമ്മൾ 8 ഈ ഗ്രാഫിൽ 8ന് നേരെ മാർക്ക് ചെയ്തിട്ട് ഗ്രാഫിൽ എവിടെയാണോ ഈ പോയിന്റ് വന്നത്
ആ പോയിന്റിന് നേരെ y ആക്സിസിലേക്ക് വരയ്ക്കുക. അതായത് പൊസിഷൻ എവിടെയാണോ പൊസിഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടേക്ക് ആ പോയിന്റിന് നമ്മൾ y ആക്സിസിലേക്ക് വരച്ച് നോക്കുക. അവിടെ നമ്മൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് വരയ്ക്കുക. അപ്പം അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തിയത്? 40ലാണ് എത്തിയത്. അപ്പം നമുക്ക് പറയാൻ പറ്റും 8 സെക്കൻഡ് കഴിഞ്ഞപ്പം ഈ കാറിന്റെ പ്ലേസ് എത്ര മീറ്ററിലാണ്? 40 മീറ്റർ ആണ്. അതായത് 8 സെക്കൻഡ് കൊണ്ട് കാറ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 40 മീറ്റർ കവർ ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഇനി വേറെ ഒന്ന് ചോദിക്കാം, 4 സെക്കൻഡിൽ എത്ര മീറ്റർ പോയിട്ടുണ്ട്? 4 സെക്കൻഡിൽ എത്ര മീറ്റർ പോയിട്ടുണ്ട് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? 4ന്റെ നേരെ നമ്മൾ സ്കെയിൽ വെക്കുക. 4ന്റെ നേരെ വെക്കുക. എന്നിട്ട് ഒരു പോയിന്റ് ഇവിടെ കിട്ടും അല്ലെ, ഗ്രാഫിൽ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന് നേരെ എങ്ങോട്ട്? y ആക്സിസിലേക്ക് വരച്ചു നോക്കുക. അപ്പൊ 4 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ ആണ് പോയിട്ടുള്ളത്? 20 മീറ്റർ ആണ് ഈ കാറ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് നമുക്ക് പൊസിഷനും ടൈമും എല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നമുക്ക് ടെക്സ്റ്റിലെ പേജ് നമ്പർ 32 തന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? The position time graph regarding the motion of a car is given. Find out from the graph the distance traveled by the car in 8 seconds. എന്താണ് ചോദ്യം നോക്കാം. ഒരു കാറിന്റെ മൂവ്മെന്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാ തന്നത്. ഒരു കാറ് സഞ്ചരിച്ചതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ 8 സെക്കൻഡ്. 8 സെക്കൻഡ് കൊണ്ട് ഈ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 8 സെക്കൻഡ് കൊണ്ട് കാർ എത്ര ദൂരം സഞ്ചരിച്ചു. ഇതിന് നമുക്ക് കാൽക്കുലേഷന്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കുക. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ 8 സെക്കൻഡ് കണ്ടോ? 8 സെക്കൻഡ് എവിടെയാ ഗ്രാഫിൽ ഉണ്ടാവുക? സെക്കൻഡ് ടൈമിന്റെ കൂടെ അല്ലെ. അപ്പൊ 8 നോക്കുക. 8 സെക്കൻഡിന്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ഈ രീതിയിൽ മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ഗ്രാഫിൽ വരുത്തുന്ന കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി എവിടെയാണോ നമ്മൾ 8 ഈ ഗ്രാഫിൽ 8ന് നേരെ മാർക്ക് ചെയ്തിട്ട് ഗ്രാഫിൽ എവിടെയാണോ ഈ പോയിന്റ് വന്നത് ആ പോയിന്റിന് നേരെ y ആക്സിസിലേക്ക് വരയ്ക്കുക. അതായത് പൊസിഷൻ എവിടെയാണോ പൊസിഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടേക്ക് ആ പോയിന്റിന് നമ്മൾ y ആക്സിസിലേക്ക് വരച്ച് നോക്കുക. അവിടെ നമ്മൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് വരയ്ക്കുക. അപ്പം അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തിയത്? 40ലാണ് എത്തിയത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 8 സെക്കൻഡ് കഴിഞ്ഞപ്പം ഈ കാറിന്റെ പ്ലേസ് എത്ര മീറ്ററിലാണ്? 40 മീറ്റർ ആണ്. അതായത് 8 സെക്കൻഡ് കൊണ്ട് കാറ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 40 മീറ്റർ കവർ ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഇനി വേറെ ഒന്ന് ചോദിക്കാം, 4 സെക്കൻഡിൽ എത്ര മീറ്റർ പോയിട്ടുണ്ട്? 4 സെക്കൻഡിൽ എത്ര മീറ്റർ പോയിട്ടുണ്ട് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? 4ന്റെ നേരെ നമ്മൾ സ്കെയിൽ വെക്കുക. 4ന്റെ നേരെ വെക്കുക. എന്നിട്ട് ഒരു പോയിന്റ് ഇവിടെ കിട്ടും അല്ലെ, ഗ്രാഫിൽ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന് നേരെ എങ്ങോട്ട്? y ആക്സിസിലേക്ക് വരച്ചു നോക്കുക. അപ്പൊ 4 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ ആണ് പോയിട്ടുള്ളത്? 20 മീറ്റർ ആണ് ഈ കാറ് മൂവ് ചെയ്തിട്ടുള്ളത്.